മൃദുലയുടെയും മക്കളുടെയും മാത്രമല്ല, നിന്റെയും കൂടെ ജീവിതം അവൻ തകർത്തല്ലോ മോളെ. ഇനി അവൻ അവരെ ഒന്ന് കാണാൻ പോലും പാടില്ല. എല്ലാം ഇത്രത്തോളം എത്തിച്ചിട്ട് ഒന്ന് കാവലിരിക്കുന്ന കണ്ടില്ലേ? ഒരു പ്രിസ്ക്രിപ്ഷൻ തരാം. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങണം. കഴിക്കേണ്ട സമയം രീതിയൊക്കെ അതിലുണ്ടാവും. മറക്കാതെ കൃത്യമായി കൊടുക്കണം. വിളിക്കണ്ട, ബോധം തെളിയട്ടെ. നീ ഇവിടെ വന്നോ, ഞാൻ ഫാർമസി പോയിട്ട് വരാം. എന്താമ്മേ, അമ്മയ്ക്ക് ആശ്വാസമുണ്ടോ? എനിക്ക് ഇരിക്കണം മോളെ. മൃദുലയ്ക്കും മക്കൾക്കും ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അമ്മ വിഷമിക്കണ്ട, അവർക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. 2 ദിവസം കൂടി റെസ്റ്റ് വേണമെന്നാ പറഞ്ഞത്. ദേവി, എന്റെ മക്കളെ കാത്തോളണേ. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. ഞാനാ ആദ്യം ഏട്ടന്റെ കണ്ണീര് വീഴ്ത്തി നിങ്ങളുടെ അച്ഛന്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴെന്റെ മോനും ഏട്ടന്റെ കണ്ണു നിറയാൻ കാരണമായി. മൃദുലയുടെയും മക്കളുടെയും മാത്രമല്ല, നിന്റെയും കൂടെ ജീവിതം അവൻ തകർത്തല്ലോ മോളെ. ഈ ശാപമൊക്കെ അവൻ എവിടെ കൊണ്ട് തീർക്കും? അമ്മ ഇപ്പൊ വേണ്ടാത്ത ഒന്നും ഓർക്കണ്ട. അമ്മയ്ക്ക് ഓർക്കുമ്പോ ഒരു സമാധാനം ഇല്ല മോളെ. ആ കുഞ്ഞുങ്ങളുടെ ഗതി എന്താകും ഇനി? അവൻ എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നിന്റെ കാര്യം ഓർത്ത അമ്മയ്ക്ക് ആദ്യം നിന്റെ കുടുംബജീവിതം. അമ്മ വിഷമിക്കണ്ട. അമ്മയ്ക്ക് സുഖമായി കഴിയുമ്പോ ഞാൻ പള്ളിക്കലേക്ക് പോവും. ഇപ്പൊ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും ചിന്തിക്കണ്ട. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാകും അമ്മേ. അമ്മ ഇപ്പൊ കണ്ണടച്ച് സമാധാനമായിട്ട് കിടന്നോളൂ.
ഈ മരുന്നൊന്ന് കഴിച്ചേ. എന്റെ മോളല്ലേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നല്ല കുട്ടിയായി ഈ മരുന്നൊന്ന് കഴിച്ചേ, എന്നാലല്ലേ അസുഖം മാറൂ. കഴിക്കേ. നല്ല മോൾ. എന്താ എന്നോട് പിണക്കാണോ? പിണങ്ങല്ലേ മോളെ, അച്ഛനും അമ്മയും അടുത്തില്ലാത്തതല്ലേ. മോളെ ഞാൻ പൊന്നുപോലെ നോക്കും. ഈ ദണ്ണമൊക്കെ മാറി ഒരു കുഞ്ഞിനെയൊക്കെ പ്രസവിച്ച് മോള് സന്തോഷത്തോടെ ഇരിക്കണത് എനിക്ക് കാണണം. അതൊക്കെ നടക്കണമെങ്കിലേ ദണ്ണം മാറി ആരോഗ്യം നന്നാവണം. അതിനു വേണ്ടിയിട്ടാ ഈ മരുന്നൊക്കെ. വയറ്റില് വളരുന്ന തങ്കക്കുടത്തെ ഓർത്തെങ്കിലും ഇത് കഴിക്കുമോളെ. കഴിച്ചില്ലെങ്കിലേ വേണുസാറ് വന്ന ഈ പാവം തള്ളയെ വഴക്ക് പറയും. പോണടുത്തൊക്കെ കെട്ടും പാണ്ടവും മുറുക്കി കൂടെ വന്ന് ശുശ്രൂഷിക്കുന്നതല്ലേ ഞാൻ. എന്നെ വിഷമിപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ മോൾ ഇത് കഴിക്കണം. ഇതാ കഴിക്കുമോളെ. അയ്യോ, ആരും എടുത്ത് വരണ്ട. പോവാനല്ലേ പറഞ്ഞത്? എല്ലാവരോടും എന്നെ കൊല്ലാൻ നടക്ക. എനിക്ക് ചാവണ്ട, എനിക്ക് ചാവണ്ട, എനിക്ക് ചാവണ്ട. ഈശ്വരന്മാരെ, ഈ പാവത്തിന് ഇങ്ങനെ നരകിപ്പിക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ, എടാ അപ്പു, നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ? വേണ്ട, ഇവിടുന്ന് മാറണ്ട. നമ്മളിവിടുന്ന് മാറണ സമയത്താണ് ഡോക്ടർ ഒന്ന് അന്വേഷിച്ച ചേച്ചിയും കുട്ടിലും അവൻ കയറി കാണും. അത് പാടില്ല. ഇനി അവൻ അവരെ ഒന്ന് കാണാൻ പോലും പാടില്ല. എല്ലാം ഇത്രത്തോളം എത്തിച്ചിട്ട് ഒന്ന് കാവലിരിക്കുന്ന കണ്ടില്ലേ? കൊലയ്ക്ക് കൊടുക്കാൻ വന്നവനിപ്പോ ഭാര്യയോടും മക്കളോടും കൂറുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഓരോന്ന് ഓർക്കുമ്പോ പെരുവരളി നരിച്ച് കയറുക എനിക്ക്. നീയൊന്ന് അടങ്ങപ്പൂ. എങ്ങനെ അടങ്ങണമെന്ന് നേട്ടം പറയണത്? അകത്ത് മൃദുലേച്ചിനെയും കുട്ടികളുടെ അവസ്ഥ എന്താണെന്നറിയില്ല. കൂടെ പറപ്പല്ലേ, സൈക്കിളിൽ എനിക്ക്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒക്കെ അവളായിട്ട് വരുത്തി വെച്ചതല്ലേ. ശരിയാ. ഒരിക്കൽ നമ്മളൊക്കെ എതിർത്തിട്ടും വേണുവട്ടം മതി. വേണുവട്ടനില്ലാതെ എനിക്കൊരു ജീവിതമില്ല. വേണുവട്ടൻ എന്നെ ജീവനാന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. ഒടുവിൽ 2 കുട്ടികളുമായി തൊലി വെളുത്തൊരു പെണ്ണിനെ കണ്ടപ്പോ അവൻ അവളുടെ പറയെ പോയി. അപ്പോഴും നമ്മൾ കൈവിട്ടില്ല. പെങ്ങളുടെ കണ്ണീര് കണ്ട് സഹിക്കാനാവാതെ ആ ദുഷ്ടനോട് പ്രതികാരം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു. എന്നിട്ട് അവനെതിരെയുള്ള കേസൊക്കെ പിൻവലിച്ചപ്പോ പുണ്യവാളനെന്ന് പറഞ്ഞ് വീണ്ടും അവൾ കൂടെ പോയി. മക്കളുടെ ഭാവി ഓർത്തിട്ട് അതൊരു ന്യായവും പറഞ്ഞു. എന്നിട്ട് എന്തായി? ആ കുഞ്ഞുങ്ങളിപ്പോ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുക. അവനൊന്നും നഷ്ടപ്പെടാനില്ല. ഊർമിളയും അവളുടെ വയറ്റി വളർന്ന് അവന്റെ കുഞ്ഞുണ്ടല്ലോ കൂട്ടിന്. ഈ ചേച്ചി ഇത്രയ്ക്ക് ഭീരുവായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് അന്ന് അച്ഛനോടെ കൂട്ടുന്നിട്ടാ. ഇല്ലെങ്കിൽ മൃദുലേച്ചിയും കുട്ടികൾക്കും ഈ ഗതികേട് വരില്ലായിരുന്നു. ഇപ്പൊ അച്ഛനും താഴെ ഇറക്കി വരുവാനെ.
ഇന്നലെ ആട്ടിപ്പായിച്ചിട്ടും പട്ടിയെ പോലെ കിടന്ന് ചുറ്റിത്തിരിയണല്ലേ? അവർക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൊല്ലാൻ കാത്തു കിടക്കാൻ, എന്നിട്ട് മറ്റവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാന്നാ. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, കയ്യും കാലും തല്ലിയോടിച്ച് എവിടെയും കൊണ്ടിടാം. ചേച്ചിയുടെയും കുട്ടികളുടെ മേൽ അവൻ്റെ ഒരു നേല് പോലും പിന്നെ വിടില്ല. വേണ്ടടാ, നീ എടുത്ത് അടിയൊന്നും വേണ്ട. പള്ളിക്കലുകാർക്കൊരു അന്തസ്സുണ്ട്. അവനെ പോലെ തറയല്ല നമ്മള്. നമുക്ക് സമയം വരും. ആ സമയത്ത് അവന് കൊത്തിയാലേ വിഷമുറങ്ങൂ. നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് സഹിക്കാനും കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. മൃദുലയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങളാരാ? മുതലയുടെ ഹസ്ബൻഡാ വേണു. മൃദുലയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അധികം നേരം നിൽക്കരുത്. ആ. എന്താ? ഞാൻ മൃദുലയുടെ ബ്രദറാ. എനിക്ക് ചേച്ചി ഒന്ന് കാണണം. സോറി, ഇപ്പൊ പറ്റില്ല. ഒന്നിൽ കൂടുതൽ വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ പറ്റില്ല. പ്ലീസ്. ഇല്ല, പറ്റില്ല. കണ്ടല്ലോ, ഇത്രയും നേരം കാത്തു കെട്ടി കിടന്ന് നമ്മളെ വെട്ടികളാക്കി അവൻ കയറിപ്പോയി. ഏട്ടൻ അത് നോക്കിയിരുന്നില്ലേ? സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിരുന്നോ? ഒടുവിൽ പള്ളിക്കൽ കയറി അവന്റെ മുമ്പ് നാണം കഴിയേണ്ടി വരും. എടാ, മൃദുലേ, എന്തിനായിരുന്നു മൃദുലേ നീ? എന്തിനാ നീ ഇത് ചെയ്തത്? എല്ലാം മറന്ന് വേണൂരിന്റെ അടുത്തേക്ക് ഓടി വന്നതല്ലേ നീ? സന്തോഷത്തോടെ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങിയതല്ലേ? എന്നിട്ടും നീ എന്തിനാ എല്ലാം തകർത്തെറിഞ്ഞത്? ഇത്രയും നാളായിട്ടും നിനക്ക് വേണൂട്ടിന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഒരിക്കൽ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി തെറ്റിദ്ധാരണയുടെ പേരിൽ നീ എന്നെ വിട്ടിട്ട് പോയി. പിന്നെ നീയും കുട്ടികളും വീണ്ടും ജീവിതത്തിലേക്ക് വന്നപ്പോ ഒരുപാട് സന്തോഷിച്ചു ഞാൻ. പക്ഷെ നമ്മുടെ കുട്ടികളെ പോലും ഓർക്കാതെ അവരെയും കൂടി നീ... എവിടെ നമ്മൾ മക്കൾ? അവരുടെ അവസ്ഥ എന്താ? പറ മൃദുലേ, എനിക്ക് എന്റെ മക്കളെ കാണണം. അവരെവിടെയാ? വേണ്ട, എന്റെ മക്കളെ പറ്റി നിങ്ങൾ അന്വേഷിക്കണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. വെറുപ്പാ, അറപ്പാ എനിക്ക്. പൊയ്ക്കോ. ഇങ്ങനൊന്നും പറയരുത്. നീ ഇറങ്ങിപ്പോയപ്പോഴൊക്കെ നീറുന്ന മനസ്സോടെ എല്ലാം സഹിച്ചവനാ ഞാൻ. ഇനി സഹിക്കാൻ വയ്യ. നിനക്ക് മക്കൾക്കും സുഖമാവുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി സന്തോഷമായിട്ടൊരു കുടുംബജീവിതം തുടങ്ങാം. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ഊർമിളെ അവളുടെ അച്ഛൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയതല്ലേ? അയാള് പറഞ്ഞൊക്കെ നുണയാ. അവളെ ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടും. വേണുവിന്റെ ജീവിതത്തിലും മനസ്സിലും നീ മക്കളും മാത്രമേ ഉള്ളൂ മൃദുലേ. പേഷ്യന്റിനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യണ്ട.